ഹലോ ഗായ്സ്, ലൈഫ് ഓഫ് യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വ്ളോഗിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു വീഡിയോ. ഇപ്പോൾ നമ്മള് അതെ അൺബോക്സിംഗ് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഞാൻ തന്നെ കിടക്കണത്. കുഞ്ഞു ചെയ്തണ്ട അൺബോക്സിംഗ് വീഡിയോ ഞാൻ മറ്റേ എന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണ്. അപ്പൊ അതെ, കൊറേ നേരം ഞങ്ങൾ ഇത് എടുത്തോണ്ടെന്ന് വെച്ചേക്കണം. അപ്പൊ ഇതെന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ സംഭവം നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാലോ. നമ്മളുടെ ട്രിപ്പിന്റെ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെയാണ് അതിന്റെ കുറെ ഇതൊക്കെ നേരത്തെ വന്നു കേട്ടോ. അതൊക്കെ ഞങ്ങള് കുറച്ചൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഇത് ഇപ്പം കുറച്ച് 2-3 ദിവസമായിട്ട് വന്ന സാധനങ്ങളാ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ. പിന്നെ അതുകൂടാതെ നമ്മള് വാങ്ങിച്ച കുറച്ച് ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും എല്ലാം റിവീൽ ചെയ്യുവാണ് ഒറ്റ ഒരു രീതിയിൽ തന്നെ. അപ്പൊ എന്തൊക്കെ കൊണ്ടുപോകണം, നമ്മളുടേതായിട്ടുള്ള ഒരു ഐഡിയയിൽ നമ്മൾ എന്തൊക്കെ കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ പോരട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ ഓപ്പൺ ചെയ്തോ. ഇത് നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്ത കാര്യം നമുക്ക് ലാസ്റ്റ് പുതിയത് നമുക്ക് അൺബോക്സ് ചെയ്യും. അതെ, ഞങ്ങളും കുറച്ച് ക്യൂരിയോസിറ്റിയിൽ അതിലാണ്. ചേട്ടൻ അൺബോക്സ് ചെയ്യണോ? കുഞ്ഞേതോ സാധനം ഉണ്ടല്ലോ, ഞാൻ വലുതീ പിടിച്ചേക്കണേ. ഈ വലുതെന്താണ് ഞങ്ങൾക്ക് പോലും പിടിയിട്ടിട്ടില്ല. എനിക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഓർഡർ ചെയ്യണ പരിപാടിയൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. അന്ന് ഓർമ്മയുണ്ടാവും അടുത്ത ദിവസം എന്തൊക്കെയാണ്. ഓ, നമ്മുടെ ഫാൻ. ഓ, എനിക്ക് അങ്ങനെ ക്ഷമയൊന്നുമില്ല. എനിക്ക് വലിച്ചു. ഓക്കെ, നിങ്ങൾ ഫാനായിട്ട് ഓർഡർ ചെയ്തേക്കുന്നത്. നമുക്ക് കാർ ലൈഫ് ചെയ്യുമ്പോൾ ഞങ്ങൾ രാത്രിയിൽ കാറിലായിരിക്കും സ്റ്റേ ചെയ്യുന്നത്. അപ്പം അവിടെ രാത്രിയിൽ ഇങ്ങനെ ഫാൻ വെച്ചിട്ട് ചൂട് ഞങ്ങൾ ചാവൂലേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഫാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. വാറന്റി ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതണ്ട, വാറന്റി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഏകദേശം ഫാനിന്റെ രൂപം. ഇതിന്റെ അകത്തിഞ്ഞ് ഇത് തന്നെ ആണോ എന്നും കൂടിയൊക്കെ നമുക്ക് നോക്കാം. ഞാൻ പിങ്ക് കളറാട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. പിങ്ക്. ഇത് ഭയങ്കര കുഞ്ഞതാണോ? അല്ലേ ഉറപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇതും കൊണ്ട് പോവട്ടെ. നല്ല ക്യൂട്ട് ഫാൻ. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സാധനം വായിക്കുന്നത്. ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തിരിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഫാന്. ഇങ്ങനെ ഇങ്ങനെ കറക്കാം. ഇങ്ങനെ നമുക്ക്, അതായത് കാറിൽ നമുക്ക് ഇന്ന സ്ഥലത്ത് മാത്രം വെക്കാൻ അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ വെക്കുമ്പോൾ നമുക്ക് ഫേസിലേക്ക് കാറ്റ് കിട്ടുന്ന രീതിയിൽ എങ്ങനെ വേണേലും അഡ്ജസ്റ്റബിൾ ആണ്. സെറ്റ്. ഇതിന്റെ അടിയിൽ വല്ലതും തൂക്കിയിടാനൊന്നുമില്ല കേട്ടാ. അതിന്റെ റേറ്റ് മിനി ഫാൻ റേറ്റ് എത്ര? 4000 mAh ആണ് ഈ ഫാൻ. 4000 mAh. ഇതിന്റെ കവർ അല്ല, ഇതിന്റെ അകത്ത് വേറെ കേബിൾ ഒന്നുമില്ലേ? കേബിൾ ഉണ്ട്. ഇതാ ചാർജർ കേബിൾ ഉണ്ട്. ഒറ്റൊരെണ്ണുള്ളൂ. സി ടൈപ്പ്. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഓൺ ചെയ്ത് നോക്കാം. യെസ്, ഓൺ ആയിട്ടുണ്ട്. നോക്കട്ടെ. സ്പീഡ് കൂട്ടാ കേട്ടോ, ഒരു ലെവലുണ്ട്. എന്താണ് സ്പീഡ് കൂടാത്തത്? സ്വിച്ച് മാറിപ്പോയി. അല്ല, അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ. ദൂരെ ഇങ്ങോട്ട് തിരിച്ച കാറ്റ് അത്യാവശ്യം കിട്ടുമെന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് തിരിക്കടോ. നല്ല കാറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അത് മതി, ധാരാളാ. ഫുൾ സ്പീഡ്. ഫുൾ സ്പീഡ്. ഞാൻ ഇവിടുന്ന് വിളിച്ചാൽ അവിടെ നമ്മള് തിരിച്ചു നോക്കണോ? ഇല്ല ഇല്ല, ഇത് നമുക്ക് ഇത് തന്നെ തിരിയണം. ഇത് കൊള്ളാനാ. ഞാൻ ഇങ്ങനെ കറങ്ങുന്നു വിചാരിച്ചില്ല കേട്ടോ. സംഭവം പയ്യെ കറങ്ങേണ്ടത്. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും പറ്റുമേ. മെസ്സി കുമ്പളിന്റെ വന്നില്ലല്ലേ. ഓഫാക്കി വെക്ക്, നശിപ്പിക്കണ്ട. ആവശ്യമുള്ള മതിയാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇതൊന്നും മതിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമ്മള് ഇച്ചിരി ഇന്ത്യയൊക്കെ തുറന്നിട്ടല്ലേ കിടക്കുള്ളൂ. അപ്പൊ പിന്നെ എയറൊക്കെ സെറ്റ് ആയിട്ട് പോക്കോളും. ഞാൻ കുറച്ചും കൂടി വലിയ ഫാനാണ് പ്രതീക്ഷിച്ചത്. അത്യാവശ്യം ഞാൻ ഇത്ര ഒരു ഹൈറ്റ് ഉള്ള സാധനമാണ് പ്രതീക്ഷിച്ചത്. കുഴപ്പമില്ല. നമുക്ക് ഇതെന്തായാലും റേറ്റ് ഇതിന് 1998 രൂപ.
2000 അടുത്തായിട്ടാ. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഇതിലും വലുതായിരുന്നു കേട്ടോ കുറച്ചും കൂടി. എന്നാലും കുഴപ്പമില്ല. ഫാൻ അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട്. അത് മതിയാവും ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് ആദ്യത്തെ ട്രിപ്പാണല്ലോ, പോയിട്ട് വരുമ്പോ അറിയാം. പോയിട്ട് വരുമ്പോ ഞങ്ങൾ അതും പറഞ്ഞുതരാം എന്തൊക്കെ വേണം അല്ലേ. അതെ, ഇതെന്തൊക്കെ ഇതിന്റെ അകത്ത് വേണ്ടി വന്നു. ഇനിയിപ്പൊ ഞങ്ങളുടെ പേടി എന്താന്ന് അറിയൂ, ഇതൊക്കെ വാങ്ങിച്ച് കാറിലൊക്കെ സെറ്റ് ചെയ്ത് ഇനി എല്ലായിടത്തും ചിലപ്പോ രാത്രിയത്തെ ചൂടൊക്കെ എന്ത് ലെവലായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ അത്രയും തണുപ്പുള്ള സമയമൊന്നുമല്ല. അത്രയും ചൂടാണ്, കാറിൽ കിടക്കാൻ പറ്റില്ല, ഒരു AC റൂം എടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ വന്ന അവസ്ഥയൊന്നും വരല്ലേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ആഗ്രഹം കാറിൽ സ്റ്റേ ചെയ്ത് അങ്ങനെ പോകണം. പിന്നെ എനിക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണം. എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് ഫസ്റ്റ് ട്രിപ്പാണ്. അപ്പൊ ഇത് വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ പോയിട്ടുണ്ടാവും, ചിലപ്പോ വേറെ വീഡിയോസ് കണ്ട് എന്തെങ്കിലും അറിവുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇന്ന സ്ഥലത്ത് നിന്നും കാറിൽ കിടന്ന് ഉറങ്ങണമെന്നും നല്ലതല്ല, സേഫ് അല്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും കൂടി കൊണ്ട് നമ്മള് ഇത് ഓടിയെത്തുള്ളൂ. അപ്പൊ നമുക്ക് ഞാൻ സമ്മതിക്കൂല. കല്യാണം കഴിഞ്ഞ സമയത്ത് കൊറേ ഗിഫ്റ്റ് കിട്ടിയുണ്ടായി, എല്ലാം കൊച്ചിന് തന്നെ കട്ട് ചെയ്യണം. എനിക്ക് പണ്ട് മുതലേ ഇങ്ങനെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. എന്നാ കുത്തിയാണ് അതുകൊണ്ട് ഞാൻ ചോദിച്ചു ഓരോണ്ണമെങ്കിലും തന്നില്ല. ഇന്നലെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. അതിങ്ങനെ കവർ ചെയ്ത ഒരു ഗിഫ്റ്റ് ആയിരുന്നു. എനിക്ക് ചേട്ടായി വന്നിട്ട് ഓപ്പൺ ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കുറെ നേരം നോക്കിയിരുന്നിട്ട് വരുന്നില്ല, പിന്നെ അതിനെ ഓപ്പൺ. അതെ, ഇന്നലെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. പിന്നെന്താണാവോ? ഇതെന്താ ഇതെന്താന്ന് അറിയാമോ? ഇതൊരു പൊളിസാണ്. ഇത് എന്റെ ചാനലിൽ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള സാരമാണ് ഗൈസ്. എന്നാൽ എന്റെ വ്യൂവേഴ്സിന് വേണ്ടി ഞാൻ ഉറപ്പായിട്ടും കാണിക്കും. ഇത് കണ്ടോ, ഇത് ശരിക്കും എന്താണെന്നറിയാമോ, സൺസ്ക്രീമാണ്. സൺസ്ക്രീൻ സ്പ്രേ ആണ്. നമുക്ക് ബോഡി, കാരണം നമ്മൾ പോകുന്ന സമയത്ത് ഭയങ്കര വെയിലും ഇതൊക്കെ ആയിരിക്കും. അപ്പം ബോഡി സ്പ്രേ ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്പ്രേ ആട്ടോ അത്. SPF-ന്റെ സ്പ്രേ, SPF 65+ PA+++ ആണ്. പെട്ടെന്ന് ഇസ്മി ജോസുട്ടി ചാനലിലാണ് ഞാൻ വന്നിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. യു കണ്ടിട്ട് ഓരോ പ്രോബ്ലം. ഇതേപോലത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇസ്മി ജോസുട്ടി കുറെ സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിൽ ഞാൻ ഒത്തിരി അങ്ങ് പരിചയപ്പെടുത്തുന്നില്ല. ഇതെനിക്ക് അതിന്റെ കൂടെ ഒരു ഫ്രീ തന്നതാ, 2 ഹാൻഡ് ക്രീം. കുഴപ്പമില്ല, നമുക്ക് ഡ്രൈനെസ് ഒക്കെ തോന്നുമ്പോൾ നമുക്ക് കയ്യിലിടാം. ഇതിന്റെ ശരിക്കുള്ള റിവ്യൂ ഒക്കെ ഞാൻ നമ്മുടെ ഇറ്റ്സ് മീ ജോസൂട്ടിൽ പറയുന്നതാണ്. ഓക്കെ ഗായ്സ്, ഓക്കെ. ഇതൊക്കെ വന്നു. ഇതിന്റെ കാര്യമൊക്കെ ഞാൻ ഇപ്പോഴും തുറന്നപ്പോ അവിടെ ആലോചിച്ചു, ഇങ്ങനത്തെ സാധനമൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് നമുക്ക് മാറ്റി വെക്കാം. അയ്യോ, ഇപ്പൊ തീരും ഇത്. ഈ വലിയ പെട്ടിയാണ് ഞങ്ങളുടെ കൺഫ്യൂഷൻ. അത് തന്നെ ആയിരിക്കും. പക്ഷെ ഇത്ര വലിയ പെട്ടിയിലൊക്കെ വരുമോ? ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കീറി പൊളിക്കട്ടെ. മഴ ഇപ്പൊ സമയം എന്തായാലും അറിയാം. സമയം എന്താ ശരിക്കും 12 അത്രേ. ഞങ്ങൾ ഇപ്പോഴാണ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നത്. ആകെ ഞങ്ങൾക്ക് കുറച്ച് ദിവസം സമയം ഉണ്ടായിരുന്നില്ല, ഈ വർക്കും തിരക്കായിട്ട് ഓട്ടത്തിലായിട്ട്. ഇപ്പോഴാണ് ഇന്ന് 2 ദിവസം സമയമുണ്ട്. ഇനി പോവാനാകെ 2-3 ഞങ്ങള് വലിയ ഇതിന്റെ അകത്തൊന്നുമില്ലാത്ത ഇത് നോക്കിയേ ഈ പെട്ടി തുറന്നപ്പോഴത്തേക്കും ഈ സൈഡാണ് കാണുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും അയ്യോ ഒന്നുമില്ല, പറ്റിച്ചു ഗൈസ് എന്ന് പറയാൻ പറ്റില്ല. ഇത്ര വലിയ പെട്ടിന്റെ ആവശ്യമുണ്ട്. ഇത് വല്ലാത്ത പ്രതീക്ഷയിൽ പോയിട്ടതാണ്. ഈ ട്രൈപോഡ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഞങ്ങൾ അറിഞ്ഞില്ല, മണ്ടത്തരമായി പോയി. പക്ഷെ കുഴപ്പമില്ല. ആക്ച്വലി ഞങ്ങൾ ഇന്ന് കടയിൽ പോയപ്പോഴത്തേക്കും ഈ സെൽഫി സ്റ്റിക്ക് വിത്ത് ട്രൈപോഡ് മറ്റേ വീഡിയോ നമ്മൾ കാണിച്ചില്ല, ആ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഓർഡർ എന്റെ ആമസോണിൽ നോക്കി ഓർഡർ ചെയ്തത്. അപ്പൊ എന്റെ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടില്ല, ചേട്ടന്റെ ആമസോണിൽ ഓർഡർ ചെയ്തത്. അങ്ങനെ നോക്കാൻ ഞങ്ങള് മറന്നുപോയി. അപ്പൊ ചേട്ടന്റെ ആമസോണിലായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. വെറുതെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഡെലിവേർഡ് ടുഡേ എന്നും പറയും. 50% ക്യാഷ് ബാക്ക് കിട്ടുവോ എന്തായാലും. ഇത് വാട്സപ്പ് പറഞ്ഞേ ഇത്ര ചെറുതായിരുന്നല്ലേ ഇത് നമ്മൾ കണ്ടത്? ചെറുതല്ലേ ഇത്? 800 രൂപയുടെ അല്ലേ? ഇതെന്താണ് 50 രൂപ ക്യാഷ് ബാക്ക്? 50 രൂപ വരെ ഇത്ര പൊക്കമുള്ളൂ. 250 വലിച്ചു പോക്കല്ലേ?
ഇത്ര ഉള്ളൂട്ടോ ഇത്. ആ ഇത് ഇവിടെ കാലുണ്ട്. സോറി ഗൈസ്, ഞാൻ വിചാരിച്ചു എന്ത് പറ്റിന്ന്. ഇങ്ങനെയല്ലല്ലോ. സെറ്റ് 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 സാധനം സെറ്റ്. ഇത് നമുക്ക് എടുക്കാം. ഇത് കാരണം മറ്റേത് എല്ലായിടത്തും കാറ്റ് പിടിക്കുമോ നമുക്കൊരു, ഇതാകുമ്പോ കാറ്റ് പിടിക്കാൻ ചാൻസ് കുറവാണ്. 3 കാലുള്ളതുകൊണ്ട്. മറ്റേ 3 കാലുണ്ട്. മറ്റേ 3 കാലുണ്ട്, പക്ഷെ ഇങ്ങനത്തെ കാലല്ല. ഓക്കെ, ഇതെന്താ അത് ഇന്നിന്റെ ഡീല്. യെസ്. ഓ ഇവർക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇത് ഇത്ര ഉണ്ട്. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച ട്രൈപോഡ്. അല്ല കുഴപ്പമില്ല കേട്ടാ, ആ ഒരു റേറ്റിന് അല്ലേ സെറ്റാണ്. കാലിന് എന്തൊരു നീണ്ട കുറവുണ്ട്. അത് പൊക്കിയാ മതി. കൊള്ളാം. നമുക്കിപ്പോ നമ്മളെ പോകുമ്പോ ഫോട്ടോ ഒക്കെ എടുക്കുക, എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് ഇതുകൊണ്ട് തലക്കിട്ടിരിക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാം, ആരുടെ ഹെൽപ്പും ഇല്ലാതെ എടുക്കാം. ഇവിടെ നമുക്ക് ഗോപ്രോ നമുക്ക് വെക്കാം, ക്യാമറ വെക്കാം, ചെറിയ ലൈറ്റ് വെയിറ്റ് ക്യാമറകളൊക്കെ വെക്കാം. ഇങ്ങനെ യൂസ് ചെയ്യല്ല. പിന്നെ അല്ല ആരെങ്കിലും നമ്മൾ ഉപദ്രവിക്കാൻ ഒരു ഇതൊക്കെ എടുത്ത് തലക്കിട്ട ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് തലക്കടിക്കാൻ പറ്റിയത്. ആരെങ്കിലും കിട്ടിയാ ഇത് ചേട്ടൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടു. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നേരത്തെ എന്തെങ്കിലും വന്ന അൺബോക്സിംഗ് സ്വഭാവം കുറച്ച് കൂടുതലാണ്. ഓ ഇതാണല്ലേ സാധനം, ഞാൻ കണ്ടിട്ടില്ല ഇത്. സെറ്റാണ്. ഇത് ഇങ്ങനെ രണ്ടായിട്ട് ഊരി എടുക്കാം. ആദ്യം ഇവർക്ക് എന്താന്ന് പറഞ്ഞു കൊടുക്കാം. ഇതെന്താന്ന് വെച്ചാല് ഇത് നമ്മുടെ വിൻഡോ ഇല്ലേ ഡോറിലെ, അപ്പൊ അതിങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കും, സ്റ്റിക്ക് ചെയ്ത് വെക്കും. വേറെ സൂത്രം കാണിച്ചത് ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു കർട്ടൺ പോലത്തെ സാധനം. ഇത് നമുക്ക് വിൻഡോന്റെ അവിടെ നമുക്ക് ഇതിങ്ങനെ കൊളുത്തി വെക്കാം. അതായത് കർട്ടൺ ഇടില്ലേ, അതേപോലെ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോ പുറത്തുനിന്ന് ആരും ഉള്ളിലേക്ക് കാണാൻ പാടില്ല, നമ്മുടെ സേഫ്റ്റി. അപ്പൊ അതിനു വേണ്ടിട്ട് ഈ കർട്ടൻ സെറ്റാണ്. പക്ഷെ നല്ല കേട്ടോ, എത്ര നല്ല ക്വാളിറ്റി വിചാരിച്ചില്ല. നല്ല സാധനം അല്ലേ? നോക്കൂ, സൂപ്പർ. നമ്മുടെ ഗ്ലാസ് ഒക്കെ ഇത്രയല്ലോ, പിന്നെ ഇത് ഇത്രയല്ലോ ഇച്ചിരി മടങ്ങി കിടക്കണം. മടങ്ങി ഇങ്ങനെയല്ല കിടക്കും, ഇങ്ങനെ ഒട്ടിക്കാനുള്ള പശയുണ്ട്. ഇത് എന്തിനൊട്ടിക്കാന്? അത് ഇവിടെ ഒട്ടിച്ചിട്ട് വേണം നമ്മള്. ഇത് മാഗ്നറ്റ് അല്ലേ? മാഗ്നറ്റ് ഒന്നും അല്ല. സോറി ഗൈസ്, ചേട്ടായി ഇത് മാഗ്നറ്റ് ആയിട്ട് എന്താ കാര്യം? ഇത് 4 ഡോറില്ലേ, ഇതിവിടെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് ഇങ്ങനെയല്ല, ഈ മാഗ്നറ്റ് ഡോറിൽ ഒട്ടിക്കും, അത് അവിടെ പിടിക്കും. ഡോറിൽ മാഗ്നറ്റ് ഉണ്ടോ? കാണണേ. ഈ പശ പിന്നെ എന്തിനാണ് തന്നത്? അതെനിക്കറിയില്ല. ഇതിന്റെ അത് വിശദമായി എഴുതിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അടിയാവും ഗോയ്സ്. കാറില്ല വിൻഡോയില് ഇത് നോക്കിയേ, ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒട്ടും. കണ്ടാ ഒട്ടിയണ്ട? കാറില് വിൻഡോയില് വിൻഡോന്റെ മറ്റേ ഈ ഭാഗമില്ലേ, ആ ഇരുമ്പ് കണ്ടന്റ് ഉള്ള ആ ഭാഗം അവിടെ ഇത് എവിടെ സാധനം, അവിടെ മുത്തവിടെ അത് കണ്ട. അത് ഈ സാധനം കണ്ട, ഇത് നമ്മൾ ഇതിന്റെ അകത്തോട്ട് ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ട് ഈ തുണി സെറ്റ് ചെയ്യും. ഈ തുണി സെറ്റ് ചെയ്യാൻ വേണ്ടിയായിട്ടാണ് ഈ സാധനം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഓരോ തലക്കിട്ട് കൊടുക്കും. ഒരു മിനിറ്റ്, ഒന്ന് കാണുമോ? ഇത് എവിടെ ഒട്ടിക്കുന്നത്? ഇതൊന്ന് ഊരിയിട്ട് ഇതിന്റെ മേളിൽ ഒട്ടിച്ചിട്ട് വേണം ഇത് ഒട്ടിക്കാൻ മിസ്റ്റർ. എന്നാണ് എന്റെ ഒരു വിശ്വാസം. അത് ഇത് കാണിച്ചിട്ടുണ്ട് ഇതിൽ ഒട്ടിക്കണം എനിക്ക് തോന്നേ. പക്ഷെ ഇത് കാണുമ്പോ പിടിക്കൂല, എനിക്ക് ഉറപ്പാണ്. ഫോൺ എടുത്തേ. ഇപ്പൊ സെർച്ച് ചെയ്യാൻ ഇല്ല, ഫോൺ എടുക്കൊന്ന്. എടുക്ക്, സെർച്ച് ചെയ്യണ്ട, ഫോൺ എടുക്ക്. എടുക്കൊന്ന് കുഞ്ഞി. യെസ് ഗൈസ്,
എന്താ കാറിലെവിടെ കാന്തമുള്ളത്? ഇതല്ലെങ്കിൽ എന്തായാലും ഇത് സെറ്റ് ചെയ്ത വീഡിയോ ഞങ്ങൾ എടുക്കൂല. ഇതല്ലെങ്കിൽ അപ്പ ഞാൻ ശരിയാക്കി തരുന്നുണ്ട് മൂളിയെത്തിയിരുന്ന പ്രശ്നമില്ലുള്ളൂ. ഞാൻ കുറച്ച് വേറെ സാധനം മേടിച്ചിട്ടുണ്ട്. ഇത് ഈ ബോക്സ് ഇല്ലേ, ഈ ബോക്സ് ശരിക്കും പറഞ്ഞാല് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ ട്രിപ്പ് ഇങ്ങനത്തെ ഒരു ഓൾ ഇന്ത്യ കാർ ലൈഫ് ട്രിപ്പ് പോകണമെന്ന് ഭയങ്കര പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സാധനങ്ങൾ തീർന്നു, ഞങ്ങൾ എടുത്ത് തീർത്ത്. അപ്പൊ അതിന്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ ബാക്കിയുണ്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട്. നമ്മുടെ തീരാൻ കാര്യം എന്ന് വെച്ചാൽ ഈ ഷൂ കവർ തീർന്നത് നമ്മള് ഇതിനിടക്ക് മണാലി പോയിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിന്. അപ്പം ഷൂ കവർ ഉണ്ടായിരുന്നു. അപ്പൊ ഷൂ കവർ കുറച്ചും കൂടെ ഉണ്ട്. ഷൂ കവർ നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന മറ്റേ വെള്ളം ഇങ്ങനെ വലിച്ചെടുക്കുന്നതല്ല കേട്ടോ. നമുക്ക് കുക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ യൂസ് ചെയ്യാം. ഇത് തന്നെ നമ്മുടെ മെയിൻ സാധനമാണ്. കാരണം ട്രാവൽ ചെയ്യുന്ന ലേഡീസിനും ജെന്റ്സിനാണെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഓൾ ഇന്ത്യ പോകണമെന്നില്ല, ഇവിടെ കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് സേഫ്റ്റിക്ക് ലേഡീസിന് പറഞ്ഞാൽ കയ്യിൽ വെക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഇത് പെപ്പർ സ്പ്രേ ആട്ടോ. നമുക്ക് സെൽഫ് ഡിഫെൻസ് അങ്ങനെന്തല്ലേ, ഡിഫെൻസ് ചെയ്യാൻ സൂപ്പറാണ്. നമ്മൾ ആരും ഉപദ്രവിക്കാൻ വരുമ്പോൾ തുറക്കുന്നു, അടിക്കുന്നു. അവരത് വാങ്ങിച്ചിട്ട് തിരിച്ചടിച്ചെന്തി. പിന്നെ അത് അടിക്കാനുള്ള സമയം കിട്ടില്ല, അതിനെ ഒരു പൊകഞ്ഞ്. ഇതായിരുന്നു ഞങ്ങളുടെ കാറിലും വെക്കും, ഒരെണ്ണം അവിടെ ചേട്ടന്റെ കാറിലും വെക്കും. സെറ്റ്. പിന്നെ ഇത് ടോയ്ലറ്റ് കവർ ആട്ടോ. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പമ്പിലെ ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യുമല്ലോ. ഇതിനൊക്കെ യൂസ് ചെയ്യുമ്പോ ക്ലീൻ ഒന്നും ആയിരിക്കില്ലല്ലോ. അപ്പൊ നമുക്ക് ഇത് ടോയ്ലറ്റ് കവർ ആണ്. കീടാണുകൾ മാത്രല്ല, നമുക്ക് വൃത്തിയൊന്നും ബാത്റൂം പോകാൻ തോന്നില്ലല്ലോ. അപ്പൊ ഈ കവറൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് കളയാം. കറക്റ്റ് നമ്മുടെ ക്ലോസറ്റിന്റെ അവിടെ ഇങ്ങനെ വിരിച്ചിട്ട് സംഭവം സെറ്റ് ചെയ്യും. ഇത് മറ്റേ പ്ലാസ്റ്റിക് ഒന്നുമല്ല, അതുകൊണ്ട് മറ്റേ വേറെ പ്രശ്നമൊന്നുമില്ല. നേച്ചറിന് വേറെ പ്രശ്നമൊന്നുമില്ല, നേച്ചർ ഫ്രണ്ട്ലി സാധനം. ഓക്കെ, അപ്പൊ ഇതാണ് സാധനങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറേ വേറെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ചേട്ടന്റെ വീട്ടിലേക്കാണ്. ഒരു ടെന്റ് ഉണ്ട് അല്ലെ, ഒരു ബാത്റൂം ടെന്റ് ഉണ്ട്. പിന്നെ എന്തൊക്കെയോ ലൈറ്റ്, കാറിന്റെ ഉള്ളിൽ വെക്കുന്ന മറ്റേ ചാർജബിൾ ക്യാമ്പിംഗ് ലൈറ്റ്സ് ഇല്ലേ, നമ്മുടെ ടെന്റിന്റെ അകത്ത് തൂക്കിയിടണം, മാം കളർ അതുപോലെ സാധനം ലൈറ്റ് ഉണ്ട്. പിന്നെ മറ്റേ വെള്ളം ക്യാരി ചെയ്യാൻ വേണ്ടിയുള്ള എന്തൊക്കെ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തേക്കുന്ന ചേച്ചിയാണ്. അപ്പൊ ചേച്ചി വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ മിക്കവാറും അവിടെ കാണുമായിരിക്കും ഒരു അൺബോക്സിങ് വീഡിയോ, അറിയില്ല. എന്തായാലും ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ട്രിപ്പിലെ വീഡിയോ വ്ളോഗിൽ ഞങ്ങൾ അതൊക്കെ കാണിക്കുന്നതാണ്. കാരണം ബാത്റൂം ടെന്റ് അതൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കുറെ സാധനങ്ങൾ വേറെ മേടിച്ചിട്ടുണ്ട്, അതെല്ലാം കാണിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ കിച്ചണിന്റെ സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ മേടിച്ചതാട്ടാ. ഇത് ഒതുക്കി വെക്കുവാണെങ്കിൽ അയ്യോ നല്ല വെയിറ്റ് ഉണ്ട്. ഇതിൽ അഭിനയിക്കുന്നില്ല, ശരിക്കും വെയിറ്റ് ഉണ്ട്. ഇത് കണ്ടോ ബോയ്സ്, പിടിച്ചതെല്ലാം ഒരുമിച്ച് നമുക്ക് കാണിക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും റെക്കോർഡിംഗ് ആണോ? അതെ, ഈ സാധനങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം. ഇത് ഞങ്ങൾ മേടിച്ചേക്കുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് കുറേ ട്രാവലിംഗ് ഉള്ള ഡേയ്സിൽ ഇപ്പം ഞങ്ങൾ എന്തായാലും കുക്ക് ചെയ്തിട്ട് തന്നെ പോവുള്ളൂ. അപ്പം കുക്ക് ചെയ്തിട്ട് സമയം നമുക്ക് കളയാൻ ഇല്ലാത്ത ദിവസങ്ങളിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിന്റെ ടേസ്റ്റി നിബിൾസിന്റെ ഈ സാധനം മേടിച്ചത്. കാരണം ഇത് ഓൾറെഡി കുക്ക്ഡ് ആയ സാധനമാണ്. ഇത് നമുക്ക് തുറക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയാ, തുറന്ന് കാണിക്കാനും പറ്റില്ലല്ലേ? കാണിക്കാം. ഇത് ചേട്ടായി എല്ലാം തുറക്കണ്ട, ഇനിയിപ്പോ അല്ലെങ്കിലോ നമുക്ക് ഇത് കുക്ക് ചെയ്യുന്ന ടൈമിൽ ആ സമയത്ത് തുറക്കാം. നിങ്ങള് കൂടെ ഉണ്ടല്ലോ, ഈ വീഡിയോ കണ്ടു പുറകെ ഉണ്ടല്ലോ. നമുക്ക് ആ സമയത്ത് കുക്ക് ചെയ്യുമ്പോ ഞങ്ങളും കണ്ടിട്ടില്ല, നമുക്ക് ആ സമയത്ത് വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് ചിക്കൻ ബിരിയാണി മേടിച്ചിട്ടുണ്ട്, ചിക്കൻ 65 മേടിച്ചിട്ടുണ്ട്, പിന്നെ ഫിഷ് മാംഗോ കറി മേടിച്ചിട്ടുണ്ട്. ഇതെനിക്കെന്താ ഓർമ്മ എന്നറിയോ, മറ്റേ തരികിട മറ്റേ പരിപാടി സീരിയലുണ്ടാവും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഒരു സമ്മാനദാനമുണ്ട്, 2 അവിയലുണ്ട്. പിന്നെ ഇത് ചിക്കൻ ബിരിയാണി കേട്ടോ. ഇതെന്താ, ഇത് ചിക്കൻ കറി, മാങ്ങ ഇട്ട മീൻ കറി. ഇത് 2
ഉണ്ടല്ലോ ആരൊക്കെ ഇരിക്കട്ടെ എന്തായാലും അവിടെ ഇത്ര പേരുണ്ട്. ഇത് എന്റെ ഫേവറേറ്റ് സാധനം കൂട്ടുകറി. ഇപ്പൊ കൂട്ടുകറി അവയിലൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ഇതൊക്കെ എടുത്തോണ്ട് പോകുന്നത്. നമ്മൾ ഈ കേരളം വിട്ട് കഴിഞ്ഞ് കുറച്ച് ദിവസം നമുക്ക് ചോറും കറിയൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? അതെ, ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ചോറ് അരിയൊക്കെ മേടിച്ചോണ്ട് പോകുന്നത്. ഞങ്ങൾക്ക് ചോറൊന്നും തിന്നാതെ ജീവിക്കാൻ പറ്റുമെന്നൊന്നുമില്ല ഗൈസ്. അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഞങ്ങൾ മാക്സിമം കുക്ക് ചെയ്തേ പോവുള്ളൂ. ഞങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ ഇങ്ങനത്തെ മേടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അത് കാണിക്കാൻ എന്താ, ആ ടൈൽ ഞങ്ങൾക്ക് ഫ്രീ കിട്ടിയതാണ്. ഇത്ര സാധനങ്ങൾ മേടിച്ചത് കൊണ്ട് സൂപ്പർ മാർക്കറ്റ് നമുക്ക് ഫ്രീ തന്ന്. ആട്ടാ ഞാൻ പറഞ്ഞാണ് ഇത് വേണ്ട ചേച്ചി, എനിക്ക് ഇതിന്റെ പൈസ കുറച്ച് തന്നാൽ മതി. 85 രൂപയുടെ സാധനം ഒരു ഫ്രീ ആയിട്ട് തന്നെ. പിന്നെ ഞങ്ങൾ പ്ലേറ്റ് മേടിച്ചു. ഇത് മറ്റേ ഇത് എന്തിന്റെ പ്ലേറ്റ് ഇത് പൊട്ടാത്ത ടൈപ്പ് പ്ലേറ്റ്. ആ പൊട്ടാത്ത പ്ലേറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കളർ പ്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട്. 2, 4, 6 പ്ലേറ്റ് ഉണ്ട്. ഞങ്ങൾ മൊത്തം 6 പേരുണ്ട്. ചേരാമോള് നോയിക്കണം. പിന്നെ പൊട്ടാത്ത ഗ്ലാസ് മേടിച്ചിട്ടുണ്ട്. 6 ഗ്ലാസ്. പിന്നെ ടിഷ്യൂ പേപ്പർ അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങളായിരിക്കും. ടിഷ്യൂ അവിടെ ഞങ്ങൾ 3-4 കവർ ടിഷ്യൂ മേടിച്ചിട്ടുണ്ട്. ഇത് തികയെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ടിഷ്യൂ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. ഞാനും ചേച്ചിയും ഒക്കെ യൂസ് ചെയ്യും. ഇപ്പൊ മേക്കപ്പിനാണെങ്കിലും ഞാൻ ടിഷ്യൂ നന്നായിട്ട് യൂസ് ചെയ്യും. പിന്നെ അല്ല നമുക്ക് വാഷ്റൂം പോകാനാണെങ്കിലും അല്ലാതെ എന്തിനെങ്കിലൊക്കെ നമുക്ക് ആവശ്യം വരും. കട്ടിയുള്ള ടിഷ്യൂ ആണ് മേടിച്ചേക്കുന്നത്. അതുകൊണ്ട് ചെലവ് കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ മറ്റേല് നേരെ ടൈപ്പ് ടിഷ്യൂ ആകുമ്പോ പെട്ടെന്ന് ഇപ്പൊ വെള്ളമൊക്കെ വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വേഗം അത് നനഞ്ഞു. ഇതിപ്പോ കുറച്ചും കൂടി കട്ടിയുള്ള ടൈപ്പാണ്. കുറച്ചല്ല നല്ല കട്ടിയുള്ള ടൈപ്പ് വാങ്ങിച്ചേക്കണം. അപ്പൊ അതുകൊണ്ട് സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വെറ്റ് വൈപ്സ് മേടിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും എന്തായാലും. പിന്നെ ഒരു ഷാമ്പൂ കണ്ടീഷണറും മേടിച്ചിട്ടുണ്ട്. കുളിക്കാൻ മതിയായിരുന്നു. കുളിക്കാൻ അവസരം കിട്ടിയാൽ മതിയായിരുന്നു. ഇത് നമുക്ക് മറ്റേ നമ്മുടെ ഈ സാധനത്തിൽ വെക്കണം. മെഡിക്കൽ കിറ്റ് ഉണ്ട് നമ്മുടെ. ഇങ്ങോട്ടാണല്ലോ കൊണ്ടുവന്നത്. അത് ആ കവറില്ല. മെഡിക്കൽ കിറ്റ് കാണിച്ചു തരാൻ കുറച്ച് അത്യാവശ്യമായിട്ട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സോപ്പ് പൊടി, സോപ്പ്, അങ്ങനത്തെ കുറച്ച് എണ്ണ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്ത് കാണിക്കാനാ? പിന്നെ അങ്ങനെയൊന്നുമില്ല. വേണ്ട എന്താ സോപ്പ് പെട്ടി വാങ്ങിച്ചപ്പോ കാണിക്കാൻ പറഞ്ഞല്ലോ. കൊച്ചു പറഞ്ഞു ഞാനത് തുറന്നു നോക്കി. അപ്പൊ ഇതിനൊരു ചരിവുണ്ട്. അപ്പൊ കൊച്ചു പറഞ്ഞു വെള്ളം നിൽക്കൂല, താഴത്തോട്ട് നിൽക്കോളും, നല്ല സോപ്പ് പെട്ടി. ഓക്കെ സെറ്റ്. അതിന് കാരണങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ വലുതൊക്കെ കൊച്ചെടുത്തത് ഒടുക്കത്തെ വില ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ സോപ്പ് യൂസ് ചെയ്യാൻ ചാൻസ് കുറവ്. ബോഡി ലോഷൻ അല്ല ബോഡി വാഷ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതായിരിക്കും മിക്കവാറും. പിന്നെ സോപ്പ് പറഞ്ഞാൽ ഇരിക്കട്ടെ എന്ന് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങള് ഈ സാധനം മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ എന്താണ് നട്ടല്ല പോലത്തെ ഒരു സാധനം, മറ്റേ ബ്രെഡിലൊക്കെ തേച്ച് നെയ്സായിട്ട് ജാമിന് വരെ യൂസ് ചെയ്യാറ്. ഇതാണ് ഫസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് സാധനം. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഓഫർ ഇട്ടാ 449 രൂപക്ക് ഓഫറായിട്ട് കിടക്കണം. അപ്പൊ ഞാൻ വെച്ചാൽ വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ കാഷ്യൂ ഭയങ്കര ഇഷ്ടമാണ്. കാഷ്യൂ എനിക്ക് സ്റ്റിക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോക്സ് നിറയെ സ്നിക്കേഴ്സ് ഒക്കെ അയച്ചു തരിക. പിന്നെ പേസ്റ്റ് മേടിച്ചിട്ടുണ്ട് കൊച്ചു സെൻസുഡേം വെച്ചാൽ പല്ല് വെക്കുമല്ലോ. ഞാൻ കോൾഗേറ്റ് എടുത്തപ്പോ കൊച്ചു പറഞ്ഞു എനിക്ക് സെൻസുഡേ പല്ലൊന്നും ഇല്ല. പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടായിക്ക് ബ്രഷ്, എനിക്ക് പുതിയ ബ്രഷ് ഉണ്ട്, ഇത് മേടിച്ചില്ല. അതുകൊണ്ട് ചേട്ടായിക്ക് ഞാൻ പുതിയ ബ്രഷ്. അതൊന്നല്ല കൊച്ചു വല്യേക്കാറില്ല, ചേട്ടാണ്. പിന്നെ ബ്രഷ് മേടിച്ചേക്കാൻ നേരത്തെ മേടിച്ചതേ ഉള്ളൂ. ഇതിന് ഉപയോഗം വരുമെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. എന്നാലും ഇരിക്കട്ടെ, തേക്കാൻ തോന്നുന്നു. പിന്നെ ഞങ്ങള് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് മെഡിക്കൽ കിറ്റ് പോലെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി പാക്ക് ചെയ്യണം. ഒന്നും പാക്ക് ചെയ്തിട്ടില്ല. ആകെ 2 ദിവസമുള്ള മുൻപിൽ ഇതൊക്കെ ചെയ്യണം. ഓക്കെ, ഞാൻ മേടിച്ച സാധനം കാണിച്ചു തരാം കേട്ടോ. ആദ്യം മെഡിക്കൽ കിറ്റ്, ഫേസ് വാഷ്. കാരണം എന്റെ ഫേസ് വാഷ് തീർന്നു. ഇപ്പൊ ട്രിപ്പ് പോകുമ്പോ എനിക്ക് ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ ഫേസ് വാഷ്, ഇത് സെബോണാക്കിന്റെ ഫേസ് വാഷാ. ഓയിലി അല്ലെങ്കിൽ ആക്നെ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ സൂപ്പർ ഫേസ് വാഷ് ആണ്. ഓക്കെ, പിന്നെ ഇതെന്തായിരുന്നു, ബാൻഡേഡ്. കുറച്ച് ബാൻഡേഡ് മേടിച്ചിട്ടുണ്ട്. എപ്പോഴാണ് കൈമുറിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ബാൻഡേഡ്. പിന്നെ ചുമേന്റെ മരുന്ന്, ഞാൻ പറഞ്ഞില്ലേ പല്ല് തേക്കില്ല എന്ന്, മൗത്ത് വാഷ്.
പിന്നെ വാസിൽ മേടിച്ചിട്ടുണ്ട്, കാരണം അങ്ങോട്ട് പോകുമ്പോ തണുപ്പ് നമുക്ക് ഇതിന്റെ അകത്ത് എഴുതിയേക്കുന്ന സംഭവം എന്താണ് 99.9 ജെയിംസ് പോവും. പല്ല് കേൾക്കാതെ പോകും. 20 ml ഇട്ട് ആവപ്പിളിച്ചാൽ മതി എന്ന് പറയണത്. അത് നമ്മള് ചില സമയത്തൊക്കെ ഇനിയിപ്പോ തേക്കാനുള്ള സമയം കിട്ടിയില്ല, സാഹചര്യം ഉണ്ടായില്ല, ഇനിയിപ്പോ ആ പമ്പിലെ വല്ലയിടത്ത് നിക്കണമെങ്കിൽ വെള്ളം കിട്ടിയില്ല, അങ്ങനെയൊക്കെ വലുത് മേടിക്കണ്ടായിരുന്നു, സാഹചര്യം കിട്ടാറ് ഭയങ്കര കുറവാണ്. ഞാനിവിടെ തെറി പറയുന്ന വിചാരിച്ചിട്ട് ഞാൻ ചെറുതോ എടുത്തത്. ഫോൺ ഇടയ്ക്ക് ഓഫായി പോയി കേട്ടോ. അതാണ്. അപ്പൊ പിന്നെ വാസിൽ മേടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ചൂടും തണുപ്പൊക്കെ ഉണ്ടാവും. ഇപ്പൊ ചുണ്ടൊക്കെ പൊട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ചേട്ടായി ഭയങ്കരമായിട്ട് ചുണ്ട് പൊട്ടും. എനിക്ക് വണ്ടിയുടെ അകത്ത് തന്നെ കുറെ നേരം വെച്ചിട്ട് ട്രാവൽ ചെയ്താൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പം വാസിൽ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഡെറ്റോൾ മേടിച്ചിട്ടുണ്ട്, എങ്ങാനും മുറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മാത്രം ക്ലീൻ ചെയ്യാനും അതിനൊക്കെ. പിന്നെ മെഷ്താൽ സ്പാസ് ഗുളിക പെയിൻ കില്ലറാണ്, അത് മേടിച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഒരു അടിപൊളി ടാബ്ലറ്റ് ആണ്, പുതിൻഹാര എന്ന് പറഞ്ഞിട്ട്. ഗ്യാസിന്റെ പ്രശ്നമുള്ളവർക്കൊക്കെ ഈ പുതിൻഹാര കഴിക്കുകയാണെങ്കിൽ സൂപ്പറാണ്. ഞാൻ പണ്ട് എപ്പോഴും കഴിച്ചിട്ടിരുന്ന സാധനം. പിന്നെ നമ്മുടെ ഈ സാധനം, ഇതിന്റെ പേര് ഇൻഹേലർ. കാരണം തണുപ്പ് നമുക്ക് അറിയില്ലല്ലോ എന്തൊക്കെയാ അവിടെ ചെന്നിട്ട് വരാൻ പോകുന്നത്. ഈ ഡെറ്റോൾ നമുക്ക് മെയിൻ ആവശ്യം എന്താണെന്ന് അറിയോ? നമ്മൾ മറ്റേ മധുരയിൽ പോയപ്പോഴത്തേക്കും വെള്ളപ്പൊക്കം വന്നു പെട്ടെന്ന് ഒരു സമയത്ത് വന്ന് ആ വെള്ളപ്പൊക്കത്തിൽ കൂടി ഞങ്ങൾ ബൈക്ക് ഓടിച്ചൊരു കണക്കിന് ഞങ്ങൾ കേറിപ്പോയി. ചെളി വെള്ളത്തിലൊക്കെ അപ്പൊ ഞങ്ങൾ ശരിക്കും അറിയിച്ചു ഡെറ്റോൾ ഉണ്ടായിരുന്നു, ഡെറ്റോൾ ഇട്ടുന്ന കാല് കയറുന്നു, അങ്ങനത്തെ അവസ്ഥ. ഇപ്പൊ അങ്ങനത്തെ ഒക്കെ അവസ്ഥ നമുക്ക് വരുമോന്ന് അറിയില്ലല്ലോ. ഡെറ്റോളൊക്കെ വാങ്ങിക്കാൻ പോയി, എന്താണ് നമുക്കറിയില്ല. നമ്മൾ ഓൾറെഡി നമുക്ക് ഓരോരോ യാത്രകളിൽ കൂടി ഓരോരോ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് കുറച്ച് പ്രിക്കോഷൻ എടുത്തു പോകുന്നുള്ളു. ചിലപ്പോ ഒന്നും ആവശ്യം വരൂല, ചിലപ്പോ ആവശ്യം വരും. ഓരോരുത്തരുടെ സമയത്ത് പോകുന്ന ഓരോ യാത്രകളിലും അല്ലേ വ്യത്യാസമായിരിക്കും. വേറെന്താണ് നടുവേനൊക്കെ ഉള്ള ഇത്? വിക്സ് മേടിച്ചിട്ടുണ്ട്, കോട്ടൺ ടിഷ്യൂ മേടിച്ചിട്ടുണ്ട് കേട്ടോ, മുറിവാണെങ്കിൽ നമുക്ക് ആവശ്യം വരും. അതേപോലെ ബെറ്റാഡിൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ എന്താ മേടിച്ചത്? പിന്നെ നടുവേന, പിന്നെ മൂവ്. ഇത് ഞങ്ങൾക്ക് 100% സക്സസ്ഫുൾ സാധനം കേട്ടോ. സത്യം, ഞങ്ങളെ ബൈക്ക് റൈഡ് അപ്പൊക്കെ ആയിട്ട് വേളാങ്കണ്ണിക്കൊക്കെ പോയപ്പോ ഇടയ്ക്ക് ഞങ്ങള് അല്ല അപ്പൊ പറയില്ലേ ഒരു തൃശ്ശൂർ അടിച്ച്. അതെ, അപ്പൊ പറയും ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? പറയും 75. ഒരു തൃശ്ശൂരും കൂടി ഓടിക്കുക. തൃശ്ശൂരിന് അടിക്കാന്ന് പറഞ്ഞിട്ട് നടുവേനടിക്കും. അടിപൊളി സാധനമായിട്ട്. ഇപ്പൊ നമുക്ക് വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അത്. പിന്നെ ഞാൻ ഹോട്ട് ബാഗ് മേടിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് കാറില് കുത്തി വർക്ക് ചെയ്യുമെന്നുള്ളത്. കാറില് നമ്മൾ ഓൾറെഡി ഒരു സാധനം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നേരത്തെ ഉള്ള നമ്മുടെ ബാറ്ററി സാധനങ്ങള് ലാപ്പൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം അതൊക്കെ ഇനി കാണിച്ചു തരാം. വരും ദിവസങ്ങളിൽ നമ്മൾ എന്തായാലും എല്ലാ സാധനങ്ങളും കാണിച്ചു തരും. അപ്പൊ അതിന്റെ അത് ഹോട്ട് ബാഗ് കുത്തിയിട്ട് പവർ കയറണുണ്ട്, എന്തൊരു എറർ കാണിക്കണ പോലെ തോന്നി. അപ്പൊ അത് മിക്കവാറും സക്സസ് ആവുമല്ലോന്ന് ഡൗട്ട് ഉണ്ട്. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞങ്ങൾ മേടിച്ചേക്കുന്നത്. അപ്പൊ ഇനി ഒത്തിരി സാധനങ്ങൾ കാണിക്കാതെ ഉണ്ട്, ഞങ്ങളുടെ ഇല്ല. പകുതി അവിടെ വീട്ടിലാണ് ചേട്ടനെടുത്താ. അപ്പൊ അത് നമ്മളെ വഴിയ വീഡിയോസിൽ നമുക്ക് ഓരോരോ സ്ഥലങ്ങളിൽ വെച്ച് ഞങ്ങളത് എടുക്കുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അതുണ്ടോ ചേട്ടാ? ഇപ്പഴേ ഓരോന്ന് സെറ്റ് ആക്കി വെക്കുവാണ്. നമ്മുടെ വിൻഡോന്റെ കണ്ടോ, ഇതാണ് മറ്റേ വിൻഡോന്റെ സാധനം. ഇത് നമുക്കിങ്ങനെ മറ്റേ വിൻഡോയിൽ വെക്കുമെന്ന് പറഞ്ഞല്ലോ, കാണാതിരിക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് വെയിലൊക്കെ ആണെങ്കിൽ മോർണിംഗ് ആണെങ്കിൽ ഇത് ഒട്ടിച്ചിട്ട് ഇങ്ങനെ വെച്ച് പോവാണെങ്കിൽ ഒത്തിരി വെയിൽ ഇങ്ങനെ ഫേസിലേക്ക് അടിക്കുന്നതൊക്കെ അതെ. അപ്പൊ ചേട്ടാ ഇപ്പൊ ഉള്ള സമയത്ത് എന്തായാലും എടുത്തല്ലോ, അപ്പൊ അത് സെറ്റ് ചെയ്ത് വെച്ചാൽ പരിപാടിയും കഴിഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത, നിങ്ങളെല്ലാരും അറിഞ്ഞാതറിയില്ല, ന്യൂസ് കണ്ടായിരുന്ന 50% മറ്റേ ടിൻഡ് അടിക്കാനുള്ള അനുമതി കോടതി അനുവദിച്ചു. അത് നല്ലൊരു കാര്യം കേട്ടാ. നമ്മുടെ ലോറ ബേബിയുടെ അകത്ത് സീറ്റിന്റെ കളറൊക്കെ ഫെയ്ഡ് ആയിട്ടുണ്ടെന്ന്. അത് നമുക്ക് ഭയങ്കര സങ്കടം കാണുമ്പോ. പുതിയ വണ്ടി എടുത്ത് കുറച്ചു നാള് വെയിലത്ത് ഇറക്കുമ്പോഴത്തേക്കും അതൊരു വെയിലത്. ഇതൊക്കെ എല്ലാരും മനസ്സിലാക്കണം. കാരണം ഇപ്പൊ ഇവള് ഇപ്പൊ ഇന്നലെ ആണെങ്കിലും ഞാന് വർക്ക് കഴിഞ്ഞ് വന്നപ്പോ വെയില് സൈഡിൽ ഇങ്ങനെ അടിച്ചിട്ട് കൈയൊക്കെ പൊള്ളുന്നു. ഇപ്പത്തെ വെയിലല്ല 45 ഡിഗ്രിക്കാണ്, എങ്ങനെ സഹിക്കാനാണ്. ഞാൻ പുതപ്പെടുത്തിട്ട് വിൻഡോന്റെ പുറത്തേക്ക് ഇട്ട് ഗ്ലാസ് കയറ്റിയിട്ട് പുതപ്പ് ഫുള്ള് ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് വന്നു. എന്തൊക്കെ അവസ്ഥയല്ലേ സിറ്റുവേഷൻസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള നല്ല നല്ല നിയമങ്ങളൊക്കെ വന്നത് എല്ലാവർക്കും ഉപകാരപ്പെടും. നമ്മുടെ കഥയിലോട്ട് പോവാ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞങ്ങളിപ്പോ മേടിച്ചേക്കുന്നത്. ഇനിയുള്ള സാധനങ്ങൾ ഞങ്ങൾ വഴിയെ കാണിച്ചിരുന്നതാണ്. വണ്ടിന്ന് വെച്ചാൽ എക്സ്യൂ ടൈപ്പ് ഒന്നുമല്ല, നമ്മുടെ പക്ക ഹാഷ് ബാക്ക് വണ്ടിയാണ്. അപ്പൊ അതിന്റെ അകത്ത് ഗ്യാസ് പണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പിന്നെ ചേട്ടന്റെ വണ്ടിയും അതെ, അതുകൊണ്ട് നമുക്കൊരു ആശ്വാസം ഉണ്ട്. അതിന്റെ ഡസ്റ്ററാണ്. അതിന്റെ അകത്താണെങ്കിൽ ഇഷ്ടം പോലെ ഡിക്കി സ്പേസ് ഉണ്ട്. അപ്പൊ മാക്സിമം അതിന്റെ അകത്ത് സാധനങ്ങളൊക്കെ കയറ്റാം.
അതെ, അങ്ങനെയൊക്കെ ഓരോ പ്ലാനില് ഞങ്ങൾ നിൽക്കണേണ്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ സക്സസ്ഫുൾ ആക്കാൻ പറ്റും, ഇതിൽ എന്തൊക്കെ സക്സസ്ഫുൾ എങ്ങനെ ആവില്ല എന്നുള്ള നമുക്ക് ഞങ്ങളെ പോലെ തന്നെ നിങ്ങളും അല്ലേ നേരിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം. ഞങ്ങൾക്ക് പ്ലാനിങ്ങേ ഉള്ളൂ, ഇനിയിപ്പോ ഇറങ്ങുമ്പോഴേ അറിയുള്ളൂ എന്തൊക്കെയാണ് അല്ലേ, എന്തൊക്കെ എവിടെയൊക്കെ നടക്കാൻ പോകുന്നത്. കുറെ പ്ലാനിങ് ഉണ്ട്. എന്തായാലും ഞങ്ങളുടെ പ്ലാനിങ് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും നടക്കാൻ നിങ്ങളും പ്രാർത്ഥിക്കണം. അതെ, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അടുത്ത കർട്ടന് ഞാൻ റെഡിയാക്കി, ഇനി നമുക്ക് കിടന്ന് ഉറങ്ങാം. സമയം എത്രയെന്ന് അറിയോ? വിശക്കുന്നുണ്ട്. സമയം 12:51. അപ്പൊ ഞാനതാണ് വെറുതെ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് സമയം കളയണ്ടല്ല, നാളെയും ഇനി സമയം കിട്ടൂല, ഒന്നാമത് ഓണം എല്ലാം നിക്കണേണ്. അതുകൊണ്ട് മാത്രം. പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് വർക്കുകൾ തീർക്കാനുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ പോയി ഇരിക്കാൻ പോണേ. രാവിലെ പടങ്ങൾ ഇറക്കണം ഓണത്തിന്റെ. അപ്പൊ അങ്ങനെ നമുക്ക് ആലിസ് ചേച്ചിയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു, ഓണം ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് കോസ്റ്റ്യൂം തന്നൊക്കെ നമ്മുടെ ക്രിംസൺ ബൈ ആര്യ, നമ്മുടെ ചങ്കുപടിയാണ്. എല്ലാരും ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി നോക്കുക. അപ്പൊ ഹാൻഡ് പെയിന്റിംഗ് ഒക്കെ ഇഷ്ടമുള്ളവര് ഡ്രസ്സിൽ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യും. നിങ്ങൾക്ക് എന്തായാലും കയറി നോക്കുവാണെങ്കിൽ പുതിയ പോസ്റ്റിലൊക്കെ ഉള്ള ഇപ്പൊ ഓണത്തിന്റെ കുറെ ഷൂട്ടുകൾ ഇട്ടിട്ടുണ്ട്. നല്ല രസമാണ്, അടിപൊളിയായിട്ട് ചെയ്യും അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവര് പേജ് പോയി നോക്കുക, കോണ്ടാക്ട് ചെയ്യുക. നല്ല ഐഡിയ ഉണ്ടാവും. അപ്പൊ സൂപ്പറായിട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്യുക, എല്ലാരും സപ്പോർട്ട് ചെയ്യണം. പൊളിയാണ്. അപ്പൊ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടയേർഡായി അങ്ങാട്, കഴിക്കാൻ ഉറങ്ങാം, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനിയും കഥ പറഞ്ഞിരുന്നേ ഞങ്ങൾ ഇനിയും കഥ പറയും. ഇനി ഇതൊക്കെ എടുത്ത് ഒതുക്കി ഇവിടെ ഇവിടെ കിടന്ന് ഉറങ്ങും. ഞാൻ മുകളിൽ ഓഫീസിലേക്ക് പോകും. നമുക്ക് വ്ലോഗ് എഡിറ്റ് ചെയ്യാണ്ട്. അപ്പൊ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന് ഞങ്ങൾ ഉഷാറോടെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ, ഗുഡ് നൈറ്റ്.